ബി.ജെ.പിയുടെ എം.എൽ.എമാർക്കെതിരായ പ്രതിഷേധ മാർച്ചിന് പാലായിൽ മുടക്കം. ഷോൺ ജോർജ് പ്രതിസന്ധിയിൽ. മത്സരത്തിൽ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്ന ആശങ്കയിൽ ഷോൺ. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും എം.എൽ.എമാർക്കെതിരെ ബി.ജെ.പി സംസ്ഥാന നേതൃത്വം പ്രഖ്യാപിച്ച എം.എൽ.എ ഓഫീസിലേക്കുള്ള മാർച്ച് പാലായിൽ മുടങ്ങിയതിനു പിന്നിൽ മാണി സി കാപ്പനോട് അടുപ്പമുള്ള ഒരു വിഭാഗം ബി.ജെ.പിക്കാർ ആണെന്ന ആരോപണം ശക്തമാകുന്നു. ഷോൺ ജോർജിനെ സംബന്ധിച്ച് 100% ബി.ജെ.പി വോട്ട്, അതായത് ഏകദേശം 18,000 മുതൽ 22,000 വോട്ട് വരെ മുഴുവനായും സമാഹരിച്ചാൽ മാത്രമേ കെട്ടിവെച്ച പണമെങ്കിലും തിരികെ ലഭിക്കുകയുള്ളൂ. അതിനാണ് പാലായിൽ നിലനിൽക്കുന്ന അവിശുദ്ധ കൂട്ടുകെട്ട് വഴി വിള്ളൽ വീണിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിലെ ബി.ജെ.പി നേതൃത്വവും മാണി സി കാപ്പനും തമ്മിൽ നടത്തിയ വോട്ട് കച്ചവടം ബി.ജെ.പിക്ക് പാലായിൽ വലിയ നാണക്കേടുണ്ടാക്കിയിരുന്നു. കെട്ടിവെച്ച തുക പോലും നഷ്ടപ്പെട്ട ബി.ജെ.പി സ്ഥാനാർത്ഥി ജെ പ്രമീള ദേവി പാലായിലെ ബി.ജെ.പി നേതാക്കളുടെ വോട്ട് കച്ചവടത്തിനെതിരെ കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകുകയും ചെയ്തിരുന്നു. ബി.ജെ.പി നേതാവും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഉറ്റ ചങ്ങാതിയുമായ ബിജു പുളിക്കക്കണ്ടത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ബി.ജെ.പിയുടെ വോട്ട് കച്ചവടം. അതിന് പ്രത്യുപകാരമായിട്ടാണ് കഴിഞ്ഞ നഗരസഭാ തിരഞ്ഞെടുപ്പിൽ പുളിക്കക്കണ്ടം കുടുംബത്തിലെ 3 പേർക്ക് കൗൺസിലർമാരായി ജയിക്കാനും ബിനുവിന്റെ മകളായ ദിയയ്ക്ക് നഗരസഭാ ചെയർപേഴ്സൺ ആകാനും വേണ്ട സഹായം കാപ്പൻ ചെയ്തു കൊടുത്തത്. പാലായിൽ മത്സരിക്കാൻ യോഗ്യരായ സ്ഥാനാർത്ഥികൾ ബി.ജെ.പിയിൽ ഉണ്ടായിരിക്കെ പൂഞ്ഞാറിൽ നിന്നും ഷോൺ ജോർജ് വരുന്നത് പാലായിലെ ഒരു വിഭാഗം ബി.ജെ.പി പ്രവർത്തകർക്കിടയിൽ പ്രതിഷേധമുണ്ടാക്കിയിട്ടുണ്ട്. 20,000 ക്രിസ്ത്യൻ വോട്ട് താൻ ഉറപ്പായും പിടിക്കുമെന്ന ഷോണിന്റെ ഉറപ്പിന്മേലാണ് ബി.ജെ.പി സംസ്ഥാന നേതൃത്വം ഷോണിന് പാലാ സീറ്റ് നൽകിയത്. കത്തോലിക്ക സഭയിലെ ചില ബിഷപ്പുമാരെ സ്ഥിരമായി സന്ദർശിക്കുകയും അത് വാർത്തയാക്കി കളം പിടിക്കുവാനുമാണ് ഷോൺ ജോർജ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഷോണിന് കാര്യമായി ക്രിസ്ത്യൻ വോട്ട് സമാഹരിക്കാൻ കഴിയില്ല എന്നും കോർ ബി.ജെ.പി വോട്ടുകൾ മാത്രമാണ് 100% ഉറപ്പുള്ളതെന്നുമാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് പാലാ എം.എൽ.എ മാണി സി കാപ്പന്റെ ഓഫീസിലേക്കുള്ള ബി.ജെ.പി മാർച്ച് ഇതുവരെ നടക്കാതിരിക്കുന്നത് ചർച്ചയായി മാറുന്നത്. ഏതു വിധേനയും പാലായിൽ മാർച്ച് നടത്താൻ ഷോൺ ജോർജ് ശ്രമിക്കുന്നുണ്ടെങ്കിലും തീയതി പോലും തീരുമാനിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. സോഷ്യൽ മീഡിയ വഴി പാലാ പിടിക്കുമെന്നുള്ള വൻ പ്രചാരണങ്ങൾക്കപ്പുറം 25,000 വോട്ടെങ്കിലും പിടിച്ചില്ലെങ്കിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിലും ബി.ജെ.പിയിലെ ക്രിസ്ത്യൻ നേതാവ് എന്ന നിലയിലും അത് ഷോണിന് വലിയ തിരിച്ചടിയായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല.